ചെറിയാറ്റും ഭാഷയാണ് നമ്മൾ ചില വചനത്തിൽ സൂക്ഷിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിനും കേൾക്കുവാൻ തക്കണം നമ്മളെ തന്നെ ദൈവസേനയില് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ദൈവവചന ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ ബലപ്പെടുത്തുവാൻ ആത്മാവിൽ തന്റെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവയുടെയാക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ദൈവദാസനെ വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. അത് ദൈവവചനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു വാക്ക് നമ്മുടെ സാൻകുട്ടി പാസ്റ്റർ പ്രാർത്ഥിക്കും. അവസാനം TV പാസ്റ്റർ വചന ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യുന്നതായി. കർത്താവിന്റെ പരിശുദ്ധാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ഒരു വർഷം കൂടെ അയച്ചു നീട്ടി തന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധനും നിത്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഏഴകൾക്ക് കർത്താവേ, രാവിലെ സമയം ഞങ്ങളുടെ സഭകളിൽ പോയി സത്യത്തിലും ആത്മാവിൽ നിന്നെ ആരാധിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. വീണ്ടും ഈ സന്ധ്യാ സമയത്ത് അടിയങ്ങൾക്ക് ഒന്നിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഫെലോഷിപ്പിലായിരിക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്നതിനായി സ്തോത്രം. അനേക പ്രിയപ്പെട്ടൊരു കർത്താവേ, ദിനം പ്രതി പല രീതിയിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അടിയങ്ങളോട് നീ കരുണ കാണിച്ച് ദിനം തോറും ഞങ്ങളെ നിന്റെ ചെറിയതനുസരിച്ച് ഭദ്രമായി സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. കർത്താവ് ഇന്നില്ല അതിനുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ലീഡ് ചെയ്യുന്ന പ്രമുഖരായ സ്തോത്രത്തിന്റെ ദാസനെയും കുടുംബത്തെല്ലാം അനുഗ്രഹിക്കണമേ. കർത്താവെ, കടന്നു പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണം. വിശേഷ വചനം സംസാരിക്കാൻ പോകുന്ന ചില ജംഭാഷോർത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ പ്രത്യേകമായി നീ അഭിഷേകം ചെയ്ത് ഇന്ന് കടന്നു വന്നിരിക്കുന്ന ആ ജനത്തിന് ആവശ്യമായ സ്വർഗീയാലോചന നൽകി തരണമേ. കർത്താവെ, നിന്റെ ദാസനെയും കുടുംബത്തെല്ലാം ധാരാളമായി അനുഗ്രഹിക്കാട്ടെ. കർത്താവെ, ഹല്ലേലൂയ. ഏഴകള് കർത്താവെ, അതാത് സ്ഥാനങ്ങളിൽ നീ ഞങ്ങളെ ആക്കിയിരിക്കുന്നു. ദേശത്തിന്റെ കാവൽക്കാരാക്കി ദേശത്തിന് വേണ്ടി തുടർന്ന് വിടുവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആവശ്യമായ കൃപയും ശക്തി ഞങ്ങളുടെ മേൽ നീ പകരണമേ. ഇന്നത്തെ കൂട്ടായ്മ ഞങ്ങൾക്ക് ഏവർക്കും ആത്മീയ വർധന വരുത്തുന്നു. നിന്റെ നാമമർത്തത്തിന് കാരണമാക്കി തീർത്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസന്മാരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമുക്കിന്ന് രാത്രികാലം കേൾക്കേണ്ടതിനായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. ഹല്ലേലൂയ. ഇത് രാത്രികാലം കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച നിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിൻ്റെ വചനങ്ങളുടെ സ്വർഗീയ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് അടിയങ്ങളും കൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ 6 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ 5 സ്റ്റേജുകളിലൂടെ കടന്നുപോയി. 5-ാമത്തെ സ്റ്റേജിൽ കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നു പോകുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ മഹത്വപൂർണമായ പ്രവൃത്തിയെ അപ്പോസ്തലനായ പൗലോസ് അത് 5 സ്റ്റേജായിട്ട് ഇവിടെ കാണിച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. 6-7 വാക്യത്തിൽ പറയുന്ന പ്രകാരം അവൻ ദൈവരൂപത്തിലിരിക്കെ, ഹല്ലേലൂയ, അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് ഗോഡ് അല്ലെങ്കിൽ തിയോട്ടിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് തിയോട്ടിക് സ്റ്റേജ്, ദൈവരൂപത്തിലിരിക്കെ. ഹല്ലേലൂയ. ആ ദൈവരൂപത്തിലിരിക്കുന്ന സ്റ്റേജ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഹല്ലേലൂയ. ആകാശം സിംഹാസനവും ഭൂമി പാദപീഠവുമാക്കി വാണരുളുന്ന ആ സ്റ്റേജ്. ഹല്ലേലൂയ. അവൻ്റെ പാദപീഠം, അവൻ്റെ പാദം വയ്ക്കുന്ന ഇടമാണ് ഭൂമി. ഹല്ലേലൂയ. ആകാശം അവൻ്റെ സിംഹാസനമാണ്. അത്ര അതിഭയങ്കരനായ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിൽ അവൻ്റെ പാദപീഠം ഇരിക്കുന്നത് കൊണ്ട്
ഈ ഭൂമിയിൽ പണിതിരിക്കുന്ന അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ, ഹല്ലേലൂയ, ഇതെല്ലാം അവൻ്റെ പാദത്തെങ്കിലാണ്, അവൻ്റെ പാദത്തിന് പുറത്താണ് പണിതിരിക്കുന്നത്, ഹല്ലേലൂയ. അതുപോലെ ഈ ഭൂമിയിലൂടെ ഓടുന്നതായ ട്രെയിനുകൾ, ഇതെല്ലാം വാഹനങ്ങൾ, ട്രക്കുകളെല്ലാം അവൻ്റെ പാദത്തിന് പൊക്കത്തിലൂടെയാണ് പോകുന്നത്, ഹല്ലേലൂയ. ആ ഒരു സ്റ്റേജിലിരിക്കുന്ന കർത്താവ് അവൻ്റെ പാദമൊന്ന് അനക്കിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം മറിഞ്ഞു പോകും. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം കൂട്ടിയിടിക്കും. ലോകം മുഴുവനും നശിക്കുവാനിടയായിത്തീരും, ഹല്ലേലൂയ. അവൻ, ഹല്ലേലൂയ, ആയിരക്കണക്കിന് ദൂതന്മാർ പാടി പുകഴ്ത്തുന്ന, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ദൈവം, ഹല്ലേലൂയ. 24 മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ നിലത്ത് വെച്ച് അവനെ സ്തുതിക്കുന്നതായ ആ സ്റ്റേജ്, ഹല്ലേലൂയ. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ അവൻ്റെ മൂക്കിലെ ശ്വാസത്താൽ ചെങ്കടൽ 2 വിഭാഗിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ പണ്ട് അടുപ്പിൽ വിറക് വെച്ച് ഊതിയാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനായി നമ്മളൊരു ചെറിയൊരു ഈറ്റയുടെയോ മറ്റൊരു കുഴൽ എടുത്ത് ഊതി ആ തീ കത്തിച്ചുകൊണ്ടിരിക്കും, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് അതുപോലൊരു കുഴലെടുത്ത് ഈ ഭൂമിയിലേക്കൊന്ന് ഊതിയാൽ എന്താണ് സംഭവിക്കുന്നത്, ഹല്ലേലൂയ? സകലതും പൊടിയായി പറന്നു പോകും. നെബൂഖദ്നേസർ ചക്രവർത്തി കണ്ട സ്വപ്നം പോലെ ആ ബിംബത്തിൻ്റെ കാല്, പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ബിംബത്തിൻ്റെ കാലിൽ ആരും തൊടാത്ത ഒരു കല്ല് വന്ന് പതിഞ്ഞപ്പോൾ ആ ബിംബം നിലത്ത് വീണ് തകർന്ന പൊടി പോലെയായി അത് കാറ്റത്ത് പതിര് പാറ്റുന്ന പതിര് പോലെ പറന്നു പോകുവാനിടയായി തീർന്നു, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ്, ഹല്ലേലൂയ, അതുപോലെ ഒന്ന് ഊതിയാൽ ഈ ലോകം മുഴുവനും തകർന്നു പോകുവാനിടയായി തീരും. അത്തരത്തിലുള്ള അതിഭയങ്കരനായ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ശക്തി അപാര ശക്തിയാണ്, ഹല്ലേലൂയ. ആ ദൈവം തൻ്റെ കാലിനെ ഒന്നെടുത്ത് ആ സമുദ്രത്തിലേക്കൊന്ന് വയ്ക്കുവാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ സമുദ്രത്തിലെ വെള്ളം മുഴുവനും ഇരച്ച് കലങ്ങി ഭൂമിയിലേക്ക് കയറുവാൻ ഇടയായിത്തീരും. അതാണ് ദൈവരൂപത്തിലിരിക്കുക, തിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന ദൈവം ദാസരൂപമെടുത്ത് ഭൂമിയിൽ വരുവാനിടയായിത്തീർന്നു. ദാസരൂപം, ഹല്ലേലൂയ. 2ാമത്തെ സ്റ്റേജ് ദാസരൂപം, അതായത് ഡ്യൂലോട്ടിക് സ്റ്റേജ് എന്ന് പറയും, ഹല്ലേലൂയ. ഈ ഡ്യൂലോട്ടിക് സ്റ്റേജിൽ ഒരടിമയായിട്ട് കർത്താവ് ഭൂമിയിലേക്ക് വരുവാനിടയായിത്തീർന്നു. അടിമ എന്ന് പറയുമ്പോൾ ഓരോ അടിമയ്ക്കും ഒരു മാസ്റ്ററുണ്ട്, ഒരു യജമാനനുണ്ട്. അടിമയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ യജമാനനെ സംതൃപ്തിപ്പെടുത്തുക, തൻ്റെ യജമാനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരടിമയുടെ ഉദ്ദേശം തന്നെ, ഹല്ലേലൂയ. യെശയ്യാ 52, 53 അധ്യായങ്ങൾ മുഴുവനും, ഹല്ലേലൂയ, അത്, ഹല്ലേലൂയ, സെർവൻ്റ് സോങ് എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അത് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതായ പ്രവചന പുസ്തകമാണ്. 52, യെശയ്യാ 52, 53 സെർവൻ്റ് സോങ്, ഹല്ലേലൂയ. അതിൽ 52ന്റെ 13 പറഞ്ഞിരിക്കുന്നു, എൻ്റെ ദാസൻ കൃതാർത്ഥനാകുമെന്ന്. യെശയ്യാവ് താൻ കാണുന്ന ദർശനത്തിലൂടെ പിതാവായ ദൈവം പറയുന്ന എൻ്റെ ദാസൻ കൃതാർത്ഥനാകും, ഹല്ലേലൂയ. എന്താണ് ഈ കൃതാർത്ഥനാകും? ഒരു വേല ചെയ്ത് അത് പൂർത്തീകരിച്ച്, അത് എന്ത് ഉദ്ദേശത്തോടെ ചെയ്തുവോ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയാണ് കൃതാർത്ഥനാകും എന്ന് പറയുന്നത്. എൻ്റെ ദാസൻ കൃതാർത്ഥനാകും. ആ വേലയ്ക്കായി യേശുവിനെ അയച്ചപ്പോൾ പിതാവായ ദൈവത്തിനറിയാം അവൻ കൃതാർത്ഥനാകുമെന്ന്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃതാർത്ഥനാകും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം, ഹല്ലേലൂയ. ഞാനൊരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാസ്റ്റർ മാത്യു സാമുവേലിൻ്റെ കൽക്കട്ടയിലുള്ള മിഷൻ ഫീൽഡിൽ ഒന്ന് പോകുവാൻ ഒരു അവസരം എനിക്കുണ്ടായി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കൽക്കട്ട സിറ്റിയിൽ ഇപ്പോഴും കാണുന്നതായ ഒരു കാര്യമാണ് ഈ റിക്ഷ വണ്ടിക്കകത്ത് ആൾക്കാരെ കയറ്റി വലിച്ചുകൊണ്ട് പോവുക എന്നത്, ഹല്ലേലൂയ. അങ്ങനെ ഈ റിക്ഷ വണ്ടിയിൽ ആളെ കയറ്റിയിരുത്തി വലിച്ചുകൊണ്ട് പോയി നിസ്സാരം കാശിന് വേണ്ടിയിട്ട് അത് ചെയ്യുന്ന അനേകരുണ്ട് അവിടെ ഇപ്പോഴും, ഹല്ലേലൂയ.
അങ്ങനെയുള്ള ഒരു വ്യക്തി, അത് നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ വായിച്ചതാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തി തൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. അവർ നന്നായി പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് അവരെ നന്നായി പഠിപ്പിച്ച് കടവും ഒക്കെ വാങ്ങി അവരെ പഠിപ്പിച്ച്, ഒരാളെ പഠിപ്പിച്ച് IPS-ഉം മറ്റേയാളെ പഠിപ്പിച്ച് IAS-ഉം ആക്കുവാൻ ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ഒടുവിൽ ഈ 2 പിള്ളേരും അതേ ഡിസ്ട്രിക്റ്റിൽ തന്നെ, ഇവർ താമസിക്കുന്ന അതേ ഡിസ്ട്രിക്റ്റിൽ തന്നെ, ഒരാൾ പോലീസ് സൂപ്രണ്ടായും മറ്റേയാൾ ആ ഡിസ്ട്രിക്റ്റ് കളക്ടറായും ജോലിയിൽ പ്രവേശിച്ച് വരുവാനിടയായി തീർന്നു. നാം വായിച്ചത് പത്രത്തിൽ. ഹല്ലേലൂയ. ആ ഒരു സ്റ്റേജ്, ആ പിതാവ് എത്രമാത്രം കൃതാർത്ഥനായി തൻ്റെ മക്കളെ പഠിപ്പിച്ച് ആ മനുഷ്യൻ കൃതാർത്ഥനായി തീർന്നു. യേശുവും തൻ്റെ വേലയിൽ കൃതാർത്ഥനായി. തൻ്റെ ദാസൻ, എൻ്റെ ദാസൻ കൃതാർത്ഥനാകും. ഹല്ലേലൂയ. യേശു കൃതാർത്ഥനായി നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വലിയൊരു പദ്ധതിയാണ് കർത്താവ് ഒരുക്കിയത്. ആ പദ്ധതി പൂർത്തീകരിച്ച് ഈ ലോകത്തിലുള്ള സകലമായ ജനങ്ങളുടെ രക്ഷയ്ക്കായിട്ട് യേശു കാൽവരിയിൽ യാഗമായി. അങ്ങനെ തൻ്റെ ദാസൻ കൃതാർത്ഥനായി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. ഹല്ലേലൂയ. ഇനി അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്ന പോലെ തന്നെത്താൻ ഒഴിച്ച്, ഹല്ലേലൂയ, തന്നെത്താൻ ഒഴിച്ച് എന്ന് പറയുമ്പോൾ കെനോട്ടിക് സ്റ്റേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് തിയോട്ടിക് സ്റ്റേജ്, രണ്ടാമത്തെ ഡ്യുലോട്ടിക് സ്റ്റേജ്, മൂന്നാമത്തെ കെനോട്ടിക് സ്റ്റേജ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തന്നെത്താൻ ഒഴിച്ച് എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രിവിലേജസും അവൻ്റെ പൊസിഷനും എല്ലാം ആ സ്വർഗത്തിൽ വെച്ചിട്ട് ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല താനും. ഹല്ലേലൂയ. അവൻ്റെ പൊസിഷനെല്ലാം ഉപേക്ഷിച്ച് അവൻ മനുഷ്യനായി ഭൂമിയിൽ വരുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ ഫുള്ളി മനുഷ്യനും ഫുള്ളി ഗോഡുമായിരുന്നു. ഹല്ലേലൂയ. അത് നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ ഒരു വിസിറ്റിംഗ്, നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് നമ്മുടെ കോവളം വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക. അദ്ദേഹം തൻ്റെ ഭാര്യയും മക്കളുമായി കോവളത്ത് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പദവികൾ ഇവിടെ ഒഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, യാതൊരു പ്രോട്ടോക്കോളും പാടില്ല, പോലീസുകാരൊന്നും എൻ്റെ കൂടെ വരാൻ പാടില്ല, എനിക്ക് അവിടെ പോയി നാച്ചുറലായിട്ട് അവിടെയുള്ള ജനങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരെങ്ങനെ എന്തൊക്കെ കാണിക്കുന്നു എന്ന് എനിക്ക് അറിയുന്നതിന് അവരെ പോലെ ഒരു മനുഷ്യനായിട്ട് വേണം എനിക്ക് പോകുവാൻ. അങ്ങനെ അദ്ദേഹത്തിന് അതിന് പെർമിഷൻ കൊടുത്തു. അതുപോലെ ഇന്ത്യയിലും അറിയിച്ചിരുന്നു, ഇങ്ങനെ ഞങ്ങളുടെ പ്രസിഡന്റ് വരുന്നുണ്ട്, അദ്ദേഹത്തിന് പോലീസ് പ്രോട്ടോക്കോളൊന്നും കൊടുക്കാൻ പാടില്ല, അദ്ദേഹത്തിന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അത് ഇന്ത്യ ഗവൺമെൻറ് സമ്മതിച്ചു. അങ്ങനെ 2 ഗവൺമെൻറ്റും സമ്മതിച്ചു. എങ്കിലും ഹല്ലേലൂയ, ഈ 2 ഗവൺമെൻറ്റും ആരും അറിയാതെ തങ്ങളുടെ ഇൻ്റലിജൻസിനെ അവിടെ നിരത്തിയിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരൊക്കെയും ആ കടൽപ്പുറത്ത് കപ്പലണ്ടി വിറ്റുകൊണ്ട് നടക്കുന്നവരായിട്ടും മറ്റുള്ള രൂപത്തിലൊക്കെയും ഈ പ്രസിഡന്റിൻ്റെ ചുറ്റും അവർ വലയം ചെയ്തുകൊണ്ടിരുന്നിരുന്നു. പ്രസിഡന്റിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അവർ ആ സമയത്ത് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് അവർ വലയം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പ്രസിഡന്റിനെ ഇതറിയില്ല. ഹല്ലേലൂയ. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പദവികളൊക്കെയും അവിടെ വെച്ചിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നു. എങ്കിലും ഹല്ലേലൂയ, കർത്താവിന് ആയിരക്കണക്കിന് ദൂതന്മാർ കർത്താവിന് ചുറ്റുമുണ്ടായിരുന്നു. ഹല്ലേലൂയ. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഗത്സമനെ തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൂതന്മാർ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതേ രീതിയിലാണ് കർത്താവ് സകലതും ഒഴിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് ഭൂമിയിലും ദൈവം തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ഒരു വലിയ കേബിള്, 11 kV ലൈൻ പോകുന്ന കേബിള്, മണ്ണിനടിയിലൂടെ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു കേബിള്, ഒരിക്കൽ ഒരു എഞ്ചിനീയർ അതിൻ്റെ പൊക്കത്തിലൂടെ ഒരു ബിൽഡിംഗ് പണിയേണ്ടതിനായിട്ട് അവിടുത്തെ ഗ്രാഫ് ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ട് അത് വലിയ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് അവിടെ ഫൗണ്ടേഷൻ എടുത്തപ്പോൾ ഈ ബുൾഡോസർ കൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന മനുഷ്യൻ മണ്ണ് മാന്തിയപ്പോൾ ഈ കേബിളിൽ ചെന്ന് കൊണ്ടു. ഈ കേബിളിൽ ചെന്ന് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. പക്ഷെ വീണ്ടും കേബിളിലേക്ക് ഈ ബുൾഡോസർ അടിച്ച് താത്തിയപ്പോൾ
പെട്ടെന്നൊരു ഭയങ്കര ശബ്ദത്തോടു കൂടി വലിയ പൊട്ടിത്തെറിയും പുകയും തീയും എല്ലാം ഉണ്ടാകാനിടയായി തീർന്നു. അത് ഉടനെ തന്നെ ആ ബുൾഡോസർ അടിച്ച് തെറിച്ച് മറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ ഓപ്പറേറ്റർ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഐസ്ലാഷുകളെല്ലാം കരിഞ്ഞുപോയി. ഒറ്റ സെക്കൻഡിൽ കരിഞ്ഞുപോയി. ഇത് അടിച്ച് തെറിച്ചു പോയതുകൊണ്ട് മരിച്ചു പോയില്ല എന്ന് മാത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ഹല്ലേലൂയ ഭൂമിയിലായിരുന്നപ്പോൾ ഇതുപോലുള്ള 11 kV ലൈൻ പോയിരിക്കുന്ന ഒരു കേബിള് പോലെയായിരുന്നു. അവൻ്റെ പുറം കണ്ടാൽ ഒരു കേബിള്. അതിനെ അടിച്ചാലോ അതിനെ ഇടിച്ചാലോ ആ കേബിളിൽ അടിച്ചാലോ ഇടിച്ചാലോ ഒന്നും സംഭവിക്കുകയില്ല. എന്നാൽ ആ കേബിളിലേക്ക് ഹല്ലേലൂയ ഒരു വലിയ കത്തി കൊണ്ടൊന്ന് വെട്ടി നോക്ക്. ഹല്ലേലൂയ. എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ അകത്തേക്കിടെ ഒഴുകുന്നായ 11 kV ലൈനിൻ്റെ ശക്തിയിൽ അതിനെ ഉപദ്രവിക്കുന്നവരെ മരിച്ചു പോകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവനൊരു മനുഷ്യനെന്ന രീതിയിൽ ആൾക്കാർ അവനെ ഉപദ്രവിച്ചു, അവനെ തല്ലി. അവനെ കാൽവരിയിൽ അവർ ആണികളടിച്ച് അവനെ ആണികളടിച്ച് കൊല്ലുവാനിടയായി തീർന്നു. അവൻ്റെ കൈകാലുകളിൽ അടിച്ച ആണിക്ക് ഏതാണ്ട് 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെ നീളം ഉള്ള ആണി. അതിൻ്റെ വീതിയും കനവും എന്ന് പറയുന്ന 1.5 സെൻറ്റിമീറ്റർ. ഇത്ര ഏറെ ബലമുള്ള ആണിയാണ് അവൻ്റെ കൈകാലുകളിൽ അടിച്ച് അവൻ തൂങ്ങിക്കിടന്നത്. ആ ക്രൂശിൽ അവൻ തൂങ്ങിക്കിടന്നത്. ഹല്ലേലൂയ. സാധാരണ കൊലയാളികളെ, മഹാപാപം ചെയ്യുന്ന അപരാധം ചെയ്യുന്ന കൊലയാളികളെയൊക്കെയും അന്ന് വേറെയും 2 രീതിയിലുള്ള ക്രൂശുകളുണ്ടായിരുന്നു. ഇംഗ്ലീഷിലെ വലിയ അക്ഷരം E എന്ന ഷേപ്പിലുള്ള ക്രോസും അതുപോലെ ക്യാപിറ്റൽ X എന്ന രീതിയിലുള്ള ക്രോസും നിലവിലുണ്ടായിരുന്നു. ഈ ക്രോസിലൊക്കെയും കുറ്റവാളികളെ ശിക്ഷിക്കുമ്പോൾ അവരുടെ കൈയോ കാലോ നടുഭാഗങ്ങളൊക്കെയും കയറുമായി ആ ക്രൂശിലേക്ക് ബന്ധിക്കുമായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഭാരം ഇവരുടെ കൈകാലിൽ അടിക്കുന്ന ആണിയിലായിരിക്കില്ല തൂങ്ങിക്കിടക്കുന്നത്. കർത്താവായ യേശുവിനെ ക്രൂശിച്ച ക്രൂശിൽ അവൻ്റെ കൈകാലുകളിൽ അവൻ്റെ ഭാരമെല്ലാം തൂങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഏറെ വേദനാജനകമായിരുന്നു. ഏറെ വേദനാജനകമായി ആ ക്രൂശിൽ കർത്താവ് തൂങ്ങിക്കിടന്ന് അവൻ മരിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ആ പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ചതായ ആ പ്രവൃത്തിയിൽ അതിൻ്റെ പരിപൂർണതയിലെത്തി അവൻ സംതൃപ്തനാകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് അവന് തിയോട്ടിക് സ്റ്റേജ്, ദൈവരൂപത്തിലിരിക്കുന്നത്. രണ്ടാമത് ഡിലോട്ടിക് സ്റ്റേജ്, ദാസരൂപം എടുത്ത്. മൂന്നാമത്തെ കെനോട്ടിക് സ്റ്റേജ്, സകലതും ഒഴിഞ്ഞ്. മൂന്നാമത്തെ സ്റ്റേജ് ഹല്ലേലൂയ. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന നെക്രോട്ടിക് സ്റ്റേജ്. അവൻ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റവും ഉയർന്ന പദവിയിൽ നിന്നാണ് കർത്താവ് ഈ താഴ്ന്ന ഈ പദവിയിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവൻ ദൈവരൂപത്തിലിരിക്കെ, ദൈവരൂപം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ആയിരക്കണക്കിന് ദൂതന്മാർ അവൻ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നതായ ആ അവസ്ഥ, ആ സ്റ്റേജ്. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ സകലതും അതുപോലെ സംഭവിക്കുന്ന സ്റ്റേജ്. അവൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ വെളിച്ചമുണ്ടാകുന്ന സ്റ്റേജ്. അവൻ ആകാശത്തിൽ അതത് ഇനം പറവുകൾ പറക്കട്ടെ ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്ന സ്റ്റേജ്. അവൻ സമുദ്രത്തിലെ വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറയുമ്പോൾ അതുപോലെ സംഭവിക്കുന്ന സ്റ്റേജ്. അതിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ അതത് തരം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റേജ്. ഹല്ലേലൂയ. ഭൂമിയിൽ മൃഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അവൻ പറയുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റേജ്. ഹല്ലേലൂയ. ആ ഉയർന്ന പദവിയിൽ നിന്ന് അവൻ ഈ താഴ്ന്ന ഭൂമിയിലേക്ക് കടന്നു വന്നു. അവൻ മരണത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അതിനെ നെക്രോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നു. ഹല്ലേലൂയ. അടുത്ത സ്റ്റേജാണ് ഹിപ്സോട്ടിക് സ്റ്റേജ് അല്ലെങ്കിൽ എക്സോൾട്ടേഷൻ സ്റ്റേജ്. അവന് ഉയർന്ന പദവി കർത്താവിന് കൊടുക്കുകയാണ്. കർത്താവ് ഈ തരത്തിലുള്ള ഓരോ സ്റ്റേജുകളിലൂടെ കടന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരുവാൻ ഇടയായി തീർന്നു.
അങ്ങനെ ഹാലേലുയ അവനെ ഹാലേലുയ കർത്താവിന് ഏറ്റവും ഉയർന്ന നാമം കൊടുക്കുവാനിടയായി തീർന്നു. സകല നാമത്തിലും മേലായ നാമം കർത്താവിന് കൊടുക്കുവാൻ ഇടയായി തീർന്നു. സകല മുഴങ്കാലും മടങ്ങുന്ന നാമം കർത്താവിന് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ ആ നാമത്തിന് വലിയ ശക്തി ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ അവൻ ആദ്യം ഉണ്ടായിരുന്ന നാമത്തെക്കാളും അവൻ ഭൂമിയിൽ വന്ന് എക്സോൾട്ടേഷൻ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഹിപ്സോട്ടിക് സ്റ്റേജിലേക്ക് മാറിയപ്പോൾ അവൻ്റെ നാമത്തിന് ശക്തി വർദ്ധിക്കുവാനിടയായി തീർന്നു. ഹാലേലുയ അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്നു, കഷ്ടതകൾ സഹിച്ചു, സകലതും പൂർത്തിയാക്കി കടന്നു പോയപ്പോൾ അവൻ്റെ നാമത്തിന് ശക്തി വർദ്ധിച്ചു. ഹാലേലുയ അവൻ്റെ നാമത്തിന് അധികാരം വർദ്ധിച്ചു. ഹാലേലുയ ആ നാമത്തിലാണ് അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും സുന്ദരൻ ദേവാലയ ഗോപുരത്തിൽ ജന്മനാ മുടന്തനായിരുന്നവനോട് യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുവാനിടയായി തീർന്നു. അതായത് ആ നാമത്തിന് ശക്തി കൂടി. ഹാലേലൂയ അപ്പോസ്തലന്മാർ യെരുശലേമിലും പരിസരത്തുള്ള ദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് ആ നാമത്തിൽ സുവിശേഷം അറിയിക്കുവാനിടയായി തീർന്നു. അതുപോലെ അവർ അനേക രോഗികളുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് സൗഖ്യം വരുവാനിടയായി തീർന്നു. ആ നാമത്തെ അവർ പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ അലറി ഓടുവാനിടയായി തീർന്നു. സകല നാമത്തിലും മേലായ നാമം, ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹാലേലുയ അങ്ങനെ ആ നാമത്തിൻ്റെ പേരിൽ ഹാലേലുയ അനേക രോഗികൾ സൗഖ്യമാകുവാനിടയായി തീർന്നു. മരിച്ചവർ ഉയർക്കുവാനിടയായി തീർന്നു. അപ്പോസ്തലനായ പത്രോസ് തബീത്ത എന്നൊരു വേലക്കാരിയെ, കർത്താവിൻ്റെ വേലക്കാരിയെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാനിടയായി തീർന്നു യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ അപ്പോസ്തലനായ പൗലോസ് അവൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് കേട്ട് മയക്കം വന്ന യൂത്തിക്കോസ് എന്ന ഒരു യൗവനക്കാരൻ മാളിക മുറിയിൽ താഴെ വീണ് മരിക്കുവാനിടയായി തീർന്നു. ആ മരിച്ചുപോയ യൂത്തിക്കോസിനെ ആ യേശുവിൻ്റെ നാമത്തിൽ ഉയർപ്പിക്കുവാൻ കഴിഞ്ഞു. ഹാലേലുയ ആ നാമത്തിന് അതിയായ ശക്തിയുണ്ട്. ആ ശക്തി ഇന്നും നമ്മുടെ ഇടയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും കർത്താവിൻ്റെ ദാസന്മാർ യേശുവിൻ്റെ നാമത്തിൽ പറയുമ്പോൾ വിടുതലുണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഹാലേലുയ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം ലഭിക്കുന്നതും മാനസാന്തരം ഉണ്ടാകുന്നതും അതുകൊണ്ട്. ഹാലേലുയ ഇനി നമുക്ക് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 24 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. 24 സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിന്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുവിന്. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിന്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുവിന്. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പേ ദാവീദ് എഴുതി വച്ചിരിക്കുന്നതായ സങ്കീർത്തനമാണ്. ദാവീദ് തൻ്റെ പ്രവചനാത്മാവിൽ കാണുകയാണ് കർത്താവ് ഭൂമിയിൽ സാത്താന ശക്തികളുമായി യുദ്ധം ചെയ്ത് അതിൽ ജയമെടുത്ത് അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്നതായ ആ രംഗം ദാവീദ് കാണുകയാണ്. ഹാലേലുയ ഹാലേലുയ കർത്താവ് ഭൂമിയിൽ സാത്താന ശക്തികളുമായി യുദ്ധം ചെയ്തുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അവൻ ഹാലേലുയ ആ പിതാവിൻ്റെ സിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് തന്നെ പൂർവാധികം ശക്തിയോടെ ഇരിക്കുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ അവൻ മഹത്വത്തിൻ്റെ രാജാവായി തീർന്നു. അവൻ യുദ്ധവീരനായി തീർന്നു. ഹാലേലുയ അവനെ തോൽപ്പിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. ഒരു അന്ധകാര ശക്തികൾക്കും ഒരു മാനുഷിക ദൈവശക്തികൾക്കും അവനെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. അത്ര ഭയങ്കരനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഹാലേലുയ നാം ഭാഗ്യവാന്മാർ എന്ന് പറയാം. ഹാലേലുയ ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവൻ നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നമ്മുടെ ഓരോ പ്രയാസങ്ങളെ നീക്കിക്കളയുവാൻ അവൻ്റെ കൃപ മാത്രം നമ്മുടെ മേൽ മതി. ഹാലേലുയ
അവനെ ഇന്ന് രാത്രിക്കാലം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവം നാം വിളിക്കുമ്പോൾ അവൻ നമ്മുടെ സമീപത്ത് വരുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മതങ്ങളിലൊക്കെ പറയുന്നത് പോലെ ദൈവം ദൂരസ്ഥനാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യൻ്റെ അടുത്തേക്ക് വരത്തില്ല. ദൈവം അതിവിശുദ്ധനാണ്. ഹല്ലേലൂയ. പ്രാചീന കാലത്ത് ഉണ്ടായിരുന്ന സഭകളെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവം അതിവിശുദ്ധനാണ്. അതുകൊണ്ട് ഈ ഭൂമി ഇത് പാപമാണ്. ഭൂമി എന്ന് പറയുന്നത് ഇത് മെറ്റീരിയലാണ്. അതിനകത്ത് വസിക്കുന്നവരും അതിലുള്ളതെല്ലാം പാപികളാണ്. ആ പാപികളായിട്ടുള്ളവരെ അടുത്തേക്ക് ദൈവം വരികയില്ല. ദൈവം അങ്ങ് അതിവിദൂരമായ സ്ഥലത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമിയും ഇതിനകത്തുള്ളവരെയൊക്കെ സൃഷ്ടിച്ചത് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തക്ക സമയത്ത് അവർ സൃഷ്ടിച്ചതാണ് എന്നാണ് മറ്റുള്ള ചില മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ദൈവം നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. ഹല്ലേലൂയ. അവൻ മറ്റുള്ള മതങ്ങളൊക്കെയും ഹല്ലേലൂയ പാപികളെ ശിക്ഷിക്കുന്നവരാ. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പാപികളെ ശിക്ഷിക്കുന്നവരല്ല. അവൻ പാപികളെ സ്നേഹിക്കുന്നവനാ. പാപികൾക്ക് പാപമോചനം കൊടുക്കുന്നവനാ. ഹല്ലേലൂയ. അതിനായാണ് അവൻ കാൽവരിയിൽ യാഗമായി തീർന്നത്. ആ രക്തത്തിൽ നമുക്കും വിടുതലുണ്ട്. ആ രക്തത്തിൽ അനേകർക്ക് സകലർക്കും വിടുതലുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള സകല മാനവജാതികളുടെയും വിടുതലിനായിട്ടാണ് അവൻ ഈ കഷ്ടതയെല്ലാം സഹിക്കുവാനിടയായി തീർന്നത്. അവൻ ഒരു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, അവൻ സകലരുടെയും ദൈവമാണ്. അവൻ സമീപത്തുള്ള ദൈവമാണ്. അവൻ നമ്മൾ സ്പർശിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവിൽ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട